അവിടത്തേക്ക് അറിയാമോ സുമതി? രൂപവതിയുടെ വയസ്സിനൊപ്പം തന്നെ അവളുടെ മാന്ത്രിക ശക്തികളുടെ പ്രാപ്തി കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ്. കനവാണു നീ, നിറവാണു നീ, നീ തന്നു സ്നേഹാമൃതം. ഇരുളാകെയും ഒളിയേകി നീ, പ്രത്യാശയായെന്നും നീ. ദേവതേ രാജകന്യേ രൂപവതീ നീയതുല്യ ദ്രൗപദി. സുമതി, ഇന്നുവരെ നാം സുമതിയുടെ രക്ഷ നിർവഹിച്ചു. എന്നാൽ ഇന്ന് രാജാവെന്ന നിലയിൽ രാജ്യം സംരക്ഷിക്കുമോ, അതോ പിതാവെന്ന നിലയിൽ പുത്രിയെ സംരക്ഷിക്കുമോ? രാക്ഷസറാണി ജോഡില വിജയിക്കട്ടെ. രാക്ഷസറാണി ജോഡില വിജയിക്കട്ടെ. രാക്ഷസറാണി ജോഡില വിജയിക്കട്ടെ. അങ്ങ് ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മെ ഉയർത്തിയിരിക്കുകയാണ്. ഇനി ആരുടെ സർവനാശമാണ് വരുത്തേണ്ടത്? സർവനാശം നടന്നിരിക്കും. മഹാരാജൻ വിക്രമദേവന്റെയും അതുപോലെ രൂപനഗരത്തിന്റെയും. ഇത് ഉചിതമായ സമയമാണ്. അവരുടെ അന്തിമ സമയം ഇപ്പോൾ അടുത്തു വന്നിരിക്കുകയാണ്. രാജാവ് ഇപ്പോൾ ദുർബലനായി മാറിയിരിക്കുന്നു. ആ മഹാമൃതജലം കവർന്നെടുത്ത് നാം നമ്മുടെ പിതാവ് വികടരാജന് വീണ്ടും പ്രാണൻ നൽകുന്നതാണ്. രാക്ഷസ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം എന്തും ചെയ്യാൻ തയ്യാറാവും. അവിടുന്ന് ആജ്ഞ നൽകിയാലും നാം രൂപനഗരത്തെ നാമാവശേഷമാക്കുന്നതാണ്. സപ്തമി നദിയിലെ ജലം വരണ്ടു തുടങ്ങിയിരിക്കുന്നു. ഉത്തരദിശയിലുള്ള സംരക്ഷണ കവചം ഇപ്പോൾ ദുർബലമാണ്. ഇത് തന്നെയാണ് ഉചിതമായ സമയം. ഇനി നീ മഹാരാജാവ് വിക്രമദേവനെ വധിക്കുകയാണ് വേണ്ടത്. ഞങ്ങളിപ്പോൾ വിക്രമദേവനോട് യുദ്ധത്തിൽ തോറ്റു വന്നിരിക്കുകയാണ്. റാണി ജോഡില, നമ്മൾ വീണ്ടും ആക്രമിക്കുന്നത് ഉചിതമാണോ? നിനക്ക് ഇത്രയും അഹങ്കാരമോ? നാം എല്ലാവരെയും സംഹരിക്കുന്നതാണ്. വിക്രമദേവൻ നമ്മുടെ പിതാവിനെ വധിച്ചതാണ്. ഇനി ഈ നാം ആ രൂപനഗരത്തെ ഇല്ലാതെയാക്കും. ഈ രൂപനഗരത്തെ മുഴുവൻ നാം രാക്ഷസ സാമ്രാജ്യമാക്കി മാറ്റുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എന്തായാലും അത് നാം ചെയ്തിരിക്കും. തീർച്ചയായും ജോഡില, നിനക്ക് എന്തും ചെയ്യാൻ സാധിക്കും. നീ കേവലം നമ്മുടെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തിരുന്നോളൂ. ഈ നിമിഷം തന്നെ പോയിക്കോളൂ. വിക്രമദേവനെ വധിച്ചിട്ട് വരൂ. അതുതന്നെ നടക്കും റാണി, അതുതന്നെ നടക്കും. സഹോദര, നാം നിന്നെ ഏൽപ്പിച്ച ജോലി ചെയ്തോ? നാം പ്രജകളുടെ പ്രതിനിധികളെ വിളിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ വിശ്വസ്തരാണ്. അവരേത് നിമിഷവും വന്നു ചേരാം. രൂപനഗരം വിജയിക്കട്ടെ. രൂപനഗരം ഇനി അധിക കാലം വിജയിക്കുമെന്ന് കരുതുന്നില്ല. അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. കാരണം മഹാരാജനാണ്. നമ്മുടെ മഹാരാജൻ എന്തായാലും രൂപനഗരത്തിന്റെ സുരക്ഷ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളേവരും സ്വയം കണ്ടതാണല്ലോ, കുമാരദേവൻ ഏകനായി നിന്നുകൊണ്ട് രാക്ഷസന്മാരെ നേരിടുന്നത്.
അവനെ ഭയന്നാണ് രാക്ഷസന്മാർ പലായനം ചെയ്തത്. രാജാവാകുന്നതിന് മുമ്പ് തന്നെ അവൻ രാജധർമ്മം പാലിച്ചു. അവന് മാത്രമേ രൂപനഗരം സുരക്ഷിതമാക്കാൻ സാധിക്കുകയുള്ളൂ. അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും ഞങ്ങൾക്കും കുമാരദേവനെ തന്നെയാണ് രാജാവായി വേണ്ടത്. എന്നാൽ മഹാരാജനത് ആഗ്രഹിക്കുന്നില്ലല്ലോ. മഹാരാജന്റെ ആഗ്രഹം രൂപവതി സിംഹാസനത്തിൽ ഇരിക്കണമെന്നാണ്. നിങ്ങൾക്കെല്ലാ കാര്യവും അറിയാമായിരിക്കുമല്ലോ. ആ പെൺകുട്ടി പിതാവിന്റെ നിഴലിലാണ് കഴിഞ്ഞിട്ടുള്ളത്. അവൾക്ക് യുദ്ധത്തിന്റെ യാതൊരു അനുഭവ സമ്പത്തും ഇല്ല. അഥവാ അവളുടെ കയ്യിൽ നമ്മുടെ ഈ രാജ്യം പെട്ടുകഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാകും? നിങ്ങൾ തന്നെ പറയൂ, നിങ്ങൾ തന്നെ ചിന്തിക്കൂ. വേഗം ചെന്ന് നമ്മുടെ മറ്റു പ്രജകളോടെല്ലാം ഇക്കാര്യം അറിയിക്കൂ. അങ്ങനെ എല്ലാവരും മഹാരാജാവിന്റെ ഈ തീരുമാനത്തോട് എതിർപ്പ് കാണിക്കട്ടെ. എങ്കിൽ ശരി, അങ്ങനെ തന്നെ നടക്കും. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം. മഹാരാജൻ, തുടർച്ചയായി രാക്ഷസർ നമ്മുടെ രാജ്യത്തേക്ക് അതിക്രമിച്ചു കടക്കുകയാണ്. അതുകൊണ്ട് വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ ഇടയുണ്ട്. രൂപനഗരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. മഹാരാജൻ, അയൽ രാജ്യത്തെ ദൂതൻ വന്നിട്ടുണ്ട്. അദ്ദേഹം അങ്ങയെ മുഖം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. വരാൻ പറയൂ. രൂപനഗരം വിജയിക്കട്ടെ. പറഞ്ഞോളൂ, എന്ത് സന്ദേശമാണ് കൊണ്ടുവന്നത്? മഹാരാജൻ, നാം രൂപനഗരവുമായി സൗഹൃദം പങ്കിടുന്ന രാജ്യത്തിൽ നിന്ന് വന്നതാണ്. ഞങ്ങളുടെ പ്രിയ മഹാരാജാവ് അങ്ങേ ഒരു സന്ദേശം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. പറയൂ, നിങ്ങളുടെ രാജാവ് എന്ത് സന്ദേശമാണ് അയച്ചിരിക്കുന്നത്? അദ്ദേഹം എല്ലാം അറിഞ്ഞിരിക്കുന്നു. അങ്ങ് കുമാരദേവന് പകരം സ്വന്തം പുത്രി രൂപവതിയെ സിംഹാസനത്തിലിരുത്താൻ ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ ഈ തീരുമാനം ആർക്കും ഉചിതമായി തോന്നുന്നില്ല. മഹാരാജൻ, ഒരു രാജകുമാരി രൂപനഗരത്തിന്റെ ഉത്തരവാദിത്തമേൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. യോഗ്യരായവർക്ക് അത് പദവിയോട് നിഷേധിക്കലാവും. രൂപനഗരത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരാണെന്ന് മറ്റാര് തീരുമാനിക്കണം? നമ്മോട് ക്ഷമിച്ചാലും മഹാരാജൻ, അങ്ങ് രൂപനഗരത്തെ പറ്റി ചിന്തിക്കുന്നില്ല. മറിച്ച് സ്വന്തം കുടുംബത്തെ പറ്റി മാത്രമാണ് ചിന്ത. എന്നാൽ നമ്മുടെ മഹാരാജൻ ഇതെല്ലാം നന്നായി മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ മഹാരാജാവ് പറഞ്ഞിട്ടുണ്ട്, ഈ രാജസിംഹാസനത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഇരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ആപത്തിന്റെ സമയത്തോ അല്ലെങ്കിൽ യുദ്ധത്തിലോ ഒന്നിനും തന്നെ അദ്ദേഹം സഹായിക്കുന്നതായിരിക്കില്ല. കുമാരദേവൻ രാജാവാവുന്നത് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു സ്ത്രീയല്ല അവിടെ എന്തു പറ്റി ഇളയമ്മേ? പുറത്ത് ഇത്ര ശബ്ദം എന്താണ്? ഇത് പ്രജകളുടെ ശബ്ദമാണല്ലോ പുത്രി. എന്നാൽ പ്രജകൾ ഇപ്രകാരം കലഹിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല. അതെ, രാജകുമാരി രൂപവതി സിംഹാസനത്തിലിരിക്കാൻ പാടില്ല. എന്തുപറ്റി? പുറത്ത് ഈ കോലാഹലം എന്താണ്? മഹാരാജൻ പ്രജകൾ പ്രതിഷേധം അറിയിക്കുകയാണ്. അവർ രാജകുമാരി രൂപവതിയെ അനന്തരാവകാശിയായി കാണാൻ ആഗ്രഹിക്കുന്നില്ല.